വാവലിപ്പുഴയിലെ തീർത്ഥജലം ആണ് തിരുവഞ്ചിറയായിട്ട് ഒഴുകുന്നത്. അതിൽ നിന്നുള്ള ഉരുളം കല്ലുകൾ പെറുക്കിയെടുത്തിട്ടാണ് ഈ മണിത്തറയും മറ്റും ഉണ്ടാകുന്നത്. പിന്നെ ഈറനണിഞ്ഞുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇപ്പം മാറിയെങ്കിലും കൊട്ടിയൂർ പോകാന്നുള്ളത് എവിടുന്നായാലും വന്നിറങ്ങി വാവലിയിൽ മുങ്ങി ഈറനോടുകൂടെ അമ്പലത്തിൽ തൊഴുത് തിരിച്ചു വരണം എന്നുള്ളതായിരുന്നു. ഇങ്ങനെയാണോ ഗംഗയെ ഉത്തരേന്ത്യക്കാർ ഏറ്റവും പവിത്ര നദിയായി കാണുന്നത്, അതുപോലെയാണ് വാവലിയെയും കാണുന്നത്. എനിക്കൊന്ന് കോട്ടയം തമ്പുരാന്റെ നിവാദ കവച കാലകേവതാട്ടക്കഥയിലൊക്കെ വാഗ്മയി തീരവാസി എന്ന് പറഞ്ഞില്ല, വാഗ്മയി എന്നാണ് സംസ്കൃതത്തിൽ വാവലിക്ക് പറയുന്നത്. പുണ്യനദിയായിട്ടാണ് കാണുന്നത്. കോട്ടയം തമ്പുരാന് അതിനിടെ അവിടെ നിന്നാണല്ലോ മറ്റേ കുമാരധാരയിൽ നിന്നാണ് പുനർജന്മം കിട്ടിയ അങ്ങനെ ഒരു വിശ്വാസവും എല്ലാ രോഗങ്ങളും മാറ്റുന്നതാണ് ഇതിലെ സൗപർണികയ്ക്കും ഗംഗയ്ക്കും ഒക്കെയുള്ള പ്രാധാന്യം വടക്കൻ കേരളത്തെ സംബന്ധിച്ച് വാവലിക്കുണ്ടെന്നാണ് വാഗ്മയി എന്നാണ് അതിനെ സംസ്കൃതത്തിൽ പറയുന്നത്. ഇത് ശങ്കരാചാര്യനും വില്വമംഗലമൊക്കെ കൊട്ടിയൂരേക്ക് പോകുമ്പോൾ വാവലി അവിടെ കാണുന്ന ഉരുളം കല്ലുകൾ മുഴുവൻ ശിവലിംഗങ്ങളാണ്. അവരതുകൊണ്ട് നടക്കാതെ പ്രദക്ഷിണമായിട്ട് പോയത്. അപ്പോൾ ആ കല്ല് തയ്ച്ച് ചന്ദനത്തിന് പകരം വാവലിയിൽ മുങ്ങി ആ 2 കല്ല് തയ്ച്ച് കുറിയായി തൊട്ടിട്ടായിരുന്നു എല്ലാവരും പണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം ഒരു കാലത്ത് കാണുന്നുണ്ട് ഇതിങ്ങനെ എടുത്ത് കൊടുക്കുക. അത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല. എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചത് എന്തിനാണ് ടീച്ചറെ കല്ലുകൾ എടുത്ത് ആൾക്കാർ ഇങ്ങനെ ആരോ ചെയ്തത്, അതിലെന്താണ് അതിൻ്റെ ഐതിഹ്യം എനിക്കല്ല. കാരണം അത് അങ്ങനെ കൈകൊണ്ട് എടുക്കാൻ പോലും പാടില്ല, വീടുകളിൽ കൊണ്ടുപോകരുത്, തയ്ച്ചിട്ട് അത് തിരിച്ച് വാവലിയിൽ ഇടണം എന്നാണ്. ഞങ്ങളൊക്കെ അതിൽ നിന്ന് ഒരു കല്ല് പോലും കുട്ടികളായ സമയത്ത് ഈ കല്ലിൽ ഭയങ്കര കൗതുകം, എടുത്താൽ വീട്ടിൽ നിന്നൊക്കെ വഴക്ക് പറയുന്നത്. അത് മുഴുവൻ ശിവലിംഗാണ്, അത് വീട്ടിൽ കൊണ്ടുവരരുതെന്നാണ് കൂട്ടായ്മയുടെ വിശ്വാസം. ഇന്ന് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല.